അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് നോക്കണം. ഇത് മൊത്തം പ്ലസ് ചെയ്യാം. നമുക്ക് 3 + 2 5, 5 + 5 10, 17, 17 നടുവിൽ അല്ല. അപ്പോൾ നമുക്ക് അതല്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സമയം കളയുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കിട്ടും. നിങ്ങൾക്ക് ഇത് രണ്ടെണ്ണം പ്ലസ് ചെയ്തിട്ട് ഇത് ഇൻറ്റു ചെയ്യാൻ അങ്ങനത്തെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ഈ നടുവത്തെ നമ്പർ കിട്ടുന്നത് എന്ന് നോക്കുക. ആ മെത്തേഡ് എല്ലാത്തിലും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഏതാണ് വരുന്നത് എന്ന് നോക്കുക. എന്നിട്ട് അതാവും ആ ഓപ്ഷനിലുണ്ടോ നോക്കുക. ഓപ്ഷനിലുണ്ടെങ്കിൽ അതാണ് ശരി. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് വെച്ചാൽ നമുക്ക് ഇവിടെ 29 ഉള്ളിലുള്ളത്. പുറത്ത് 5ഉം 7ഉം ഉണ്ട്, 3ഉം 2ഉം ഉണ്ട്. 5 × 7 35. അതേപോലെ 3 × 2 എത്രയാണ്? 6. അപ്പോൾ ഇതിൻ്റെ ഈ 35 കിട്ടി, 6ഉം കിട്ടി. അപ്പോൾ ഇതിൻ്റെ നടുവിൽ 29. ഇത് രണ്ടുമല്ല. അപ്പോൾ ഈ 35 - 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 29 കിട്ടി. അപ്പോൾ നമുക്ക് 29 അങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇതേപോലെയാണോ ഇതിലും വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 5 × 1 5. ഇവിടെ 6 × 4 24. അപ്പോൾ ഈ 24 - 5 = 19. അപ്പോൾ ഇതും അതേപോലെ വരുന്നുണ്ട്. അപ്പോൾ ഒരു സീരീസ് ആയി. അപ്പോൾ ഇനി സുഖമായി. നമുക്ക് ഇതിലും അതേ ഫോർമുല വെച്ച് നമുക്ക് ചെയ്താൽ മതി. ഇപ്പം 3 × 4 എത്രയായി? 12. അതേപോലെ 8 × 7 56. 56 - 12 ഉത്തരം 44. ശരിയാണോ നോക്കാം. അതെ, ശരിയാണ്. 44 ഉത്തരം. ഓപ്ഷൻ 2 44. ഇങ്ങനത്തെ വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഇങ്ങനത്തെ ഇതേപോലത്തുള്ള ഫോർമുലേഴ്സാണ് കൂടുതലും വരിക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതൊക്കെ ഇത് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറേ വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. ഇത് പെട്ടെന്ന് നോക്കാം. യെല്ലോ ബ്ലൂ മാൻ തികച്ചും 3 വ്യത്യസ്തകരമായിട്ടുള്ള വേർഡ്സാണ്. അപ്പോൾ യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, മാൻ ഉണ്ട്. അപ്പോൾ തികച്ചും 3 വ്യത്യസ്തമാണ്. ഒരു കോമൺ ഫാക്ടർ ഒന്നുമില്ല. അപ്പോൾ 3 വ്യത്യസ്തമാവുണ്ട്. ഓപ്ഷൻ 3 3 ആണ്. 3 വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ്. നമുക്ക് നോക്കാം. ആൻസറാണ് ശരിയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുമ്പോൾ ഓപ്ഷൻസ് ഇതാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ട്രൗസേഴ്സ് ആർ വൈറ്റ്. നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓൾ ട്രൗസേഴ്സ് ആർ വൈറ്റ് എന്ന് പറയുന്നത് ട്രൗസർ = വൈറ്റ്. ഓൾ വൈറ്റ്സ് ആർ കളർ. വൈറ്റ് = കളർ. അപ്പോൾ സം വൈറ്റ് ആർ ട്രൗസേഴ്സ് മൊത്തം വൈറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ സം വൈറ്റ്സ് ആർ ട്രൗസേഴ്സ്. രണ്ടാമത്തെ കൺക്ലൂഷനാണ് സം വൈറ്റ്സ് ആർ ട്രൗസേഴ്സ്. ഓൾ കളേഴ്സ് ആർ വൈറ്റ്. ഓൾ വൈറ്റ് ആർ കളേഴ്സ്. ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് എങ്ങനെയാണ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതാണ്. ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്, ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്, ബോത്ത് കൺക്ലൂഷൻ 1 ഫോളോസ്, നെയ്തർ കൺക്ലൂഷൻ 1 nor 2. ഇത് പറയുമ്പോൾ ഓൾ ട്രൗസേഴ്സ് ആർ വൈറ്റ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നത് എല്ലാ ട്രൗസേഴ്സും വൈറ്റ് ആണ്. പക്ഷേ ഇതിൽ അതേപോലത്തുള്ള കൺക്ലൂഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സം വൈറ്റ്സ് ആർ ട്രൗസേഴ്സ്. ഓൾ ട്രൗസേഴ്സ് ആർ വൈറ്റ്. സം വൈറ്റ് ആർ ട്രൗസേഴ്സ്. ഓൾ ട്രൗസേഴ്സ് ആർ വൈറ്റ്. ട്രൗസേഴ്സ് എല്ലാം വൈറ്റ് ആണ്. അതേപോലെ സം വൈറ്റ്, ചില വൈറ്റ് ട്രൗസേഴ്സാണ്. അത് ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്. എല്ലാ ട്രൗസറുകളും വൈറ്റാണ്. ചില വൈറ്റുകൾ ട്രൗസറാണ്. അത് ശരിയാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നോക്കുമ്പോൾ ഓൾ വൈറ്റ്സ് ആർ കളർ. ഓൾ വൈറ്റ്സ് ആർ കളർ. ഓൾ വൈറ്റ് കളറാണ്. വൈറ്റ് മൊത്തം കളറാണ്. ഓൾ കളേഴ്സ് ആർ വൈറ്റ്. ഓൾ കളേഴ്സ് ആർ വൈറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. ആണ് എല്ലാ വൈറ്റ്സും ആണ് പറഞ്ഞാൽ എല്ലാ വൈറ്റ്സും ആണ് കളർ എന്ന് പറയുന്നത് കളർ. പക്ഷേ ഈ എല്ലാ കളറും വൈറ്റ് ആണ് എന്ന് പറയുന്നില്ല. അപ്പോൾ സെക്കൻഡ് തെറ്റാണ്. കൺക്ലൂഷനിലെ സെക്കൻഡ് തെറ്റാണ്. അപ്പോൾ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് ആണ് ഇതിൻ്റെ ആൻസർ. ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതും ഓൾ വെഹിക്കിൾസ് ആർ ടേബിൾസ്. ഇതും അതേപോലത്തുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ചും കൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതാ ഒരു ആപ്റ്റിറ്റ്യൂഡാണ്. എ പേഴ്സൺ ബൈസ് 10 ആർട്ടിക്കിൾസ് അറ്റ് 5 ഈച്ച്. ഒരാൾ 10 ആർട്ടിക്കിൾസ് മേടിച്ചു 5 രൂപയ്ക്ക്. അതായത് 5 × 10 = 50 രൂപ. ആദ്യത്തെ 50 രൂപ. അത് കഴിഞ്ഞിട്ട് 30 ആർട്ടിക്കിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹10 ഈച്ച്. 30 × 10 = 300. അതും കഴിഞ്ഞു. ആദ്യം 50 കിട്ടി. അത് കഴിഞ്ഞിട്ട് 300. അതായത് 10 ആർട്ടിക്കിൾസ് 5 രൂപയ്ക്കും 30 ആർട്ടിക്കിൾസ് 10 രൂപയ്ക്കും കൂടി കഴിഞ്ഞു.
അപ്പോൾ മൊത്തം രൂപ ചിലവായത് 350 രൂപയാണ്. 350 രൂപയാണ്. ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനാണ് നമ്മൾക്ക് ചോദ്യം വന്നത്. അപ്പോൾ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. മൊത്തം ചിലവായ രൂപ നോക്കാം. അതായത് 10 ആർട്ടിക്കൽസിന് 5 രൂപ 50 രൂപ, അതേപോലെ 30 ആർട്ടിക്കൽസിന് 10 രൂപ വെച്ചാൽ എത്രയായി? 300 രൂപ. അപ്പോൾ മൊത്തം കോസ്റ്റ് വരുന്നത് 350 രൂപയാണ് മൊത്തം കോസ്റ്റ് ബൈ. ആദ്യം എത്ര ആർട്ടിക്കൽസാണ്? 10 ആർട്ടിക്കൽസ്. അത് കഴിഞ്ഞ് എത്ര ആർട്ടിക്കൽസാണ്? 30 ആർട്ടിക്കൽസ്. 10 പ്ലസ്, അതായത് 350 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 30, മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 350 ഡിവൈഡഡ് ബൈ 40. ഇതും ഈ 0 കട്ടാവും. അപ്പോൾ 35 ഡിവൈഡഡ് ബൈ 4 8.75 ആണ് ഉത്തരം. ഉത്തരം 1 8.75. ഓക്കെ, ഇതാണ് വളരെ എളുപ്പമായിട്ടുള്ളൊരു ചോദ്യമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ക്വസ്റ്റ്യൻ കാണുന്നില്ല. ഇങ്ങനത്തെ ഈ ആപ്റ്റിറ്റ്യൂഡൊക്കെ വരുന്നത് നല്ല എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക ഈ ഡൽഹി പോലീസിൽ. നമുക്ക് അധികം ടഫൊന്നും ആവില്ല. പിന്നെ ഇങ്ങനത്തെ ഈ പിക്ചേഴ്സാണ്. ഈ പിക്ചേഴ്സൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ആൻസേഴ്സാണ്. എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടും. സമയപരിധി ഉണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് എത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്നു അത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. പിന്നെ കുറേ വരുന്നത് എന്താ പറഞ്ഞാൽ ഇങ്ങനത്തെ നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ഈസ് നോൺ ആസ് വേൾഡ് ബാങ്ക് എന്നൊക്കെ. ഇതൊക്കെ പഴയ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ IBRD. ഇതൊക്കെ നമ്മളുടെ ജനറൽ നോളേജാണ്. നമുക്കിപ്പോൾ ജനറൽ നോളേജ് നോക്കുന്നില്ല, ആപ്റ്റിറ്റ്യൂഡ് മാത്രമാണ് നോക്കുന്നുള്ളൂ. ആപ്റ്റിറ്റ്യൂഡും അതേപോലെ കുറച്ച് മാത്സും. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വെർഷൻസ് എന്തായാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് നോക്കാം. ഇതൊരു എളുപ്പമുള്ള ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ SSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ഒരു ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഫോർ വാട്ട് വാല്യൂ n 43n ഈസ് ഡിവിസിബിൾ ബൈ 9. 9 കൊണ്ട് ഡിവിസിബിൾ ആവണം 43n. അപ്പോൾ ഇത് നമ്മൾ കുറേ പേര് സമയം കളഞ്ഞ് 1 2 3 എല്ലാം ഇട്ടിട്ട് ഡിവിസിബിൾ ആണോ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ് ചെയ്യാറ്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം വെച്ചാൽ 43n ആണ്. നമ്മളുടെ ഈ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആവണം. അപ്പോൾ ഈ n-ൻ്റെ വാല്യൂ എത്രയാണെന്ന് ആണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഈ 4 3 n ഒരു ഡിജിറ്റാണ്. അപ്പോൾ ഈ 4 + 3 + n, ഈ 4 + 3 + n ഈക്വൽ ടു 9 ആണ്. എന്നാൽ 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ 4 + 3 എത്രയായി? 7. 7 + 2 9. അപ്പോൾ ഈ n-ൻ്റെ വാല്യൂ എത്രയായി? 2. അപ്പോൾ ഓപ്ഷനിൽ 2 ഉണ്ട് നോക്കാം. ഓപ്ഷനിൽ 2 ഉണ്ട്. 9 കൊണ്ട് ഏത് നമ്പറും ഡിവിസിബിൾ ആണ്. എന്നാൽ ഒരു നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണ് വെച്ചാൽ ആ നമ്പർ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 3 നമ്പർ ഉണ്ട്. ഇപ്പോൾ 3 ഡിജിറ്റ്സ് ഉണ്ട് ഈ നമ്പറിൽ. ഇപ്പോൾ 4 3 n, ഇതിൽ 3 ഡിജിറ്റ്സ് ഉണ്ട്. ഇത് 3 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടുന്നുണ്ടെങ്കിൽ അത് 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. അത് 3 കൊണ്ടും ഡിവിസിബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഇത്രയും എളുപ്പമായിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഏകദേശം അവസാനം.